ഓക്കെ മക്കളെ, ഈ പോയതിൻ്റെ പ്രത്യേകത അത് വായിച്ചൊന്നും മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ വായിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ നിങ്ങളൊക്കെ. മനസ്സിലാവുന്നൊരു ഹാർട്ടി മോജിയുടെ, മനസ്സിലാക്കാത്തൊരു ചിരിക്കുന്ന മോജിയുടെ. I stood upon the hills when heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales went forth to kiss the sun-clad vales. The clouds were far beneath me, bathed in light. They gathered midway round the wooded height, and in their fading glory shone like hosts in a battle overthrown. ഒരു വാക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. പറ, എത്ര പേർക്ക് മനസ്സിലായവർ ഹാർട്ടിമോജിയുടെ, മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? ചിരിക്കുന്ന ഇമോജിയുടെ. ഹാർട്ടിമോജി ഉള്ളവരൊക്കെ നോട്ട് ചെയ്തോട്ടോ, അവർ വേറെ ഏതൊരു പ്ലാനറ്റിൽ നിന്നാണ് വന്നത്. ഓക്കെ, ഫിസിക്സിന് 59 ഉണ്ട്, പൊളി. ഫുൾ വാങ്ങണം നമുക്ക്, ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ, പറ. ഇനി നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ബേസിക്കലി ഈ പിക്ചർ മനസ്സിൽ ഓർത്തിച്ചോ. ഒരു മനുഷ്യൻ ഒരു മലയുടെ മണ്ടയിൽ നിൽക്കുന്നു. അയാൾ നോക്കുമ്പോൾ സൂര്യൻ കാണുന്നുണ്ട്, സൂര്യപ്രകാശം കാണുന്നുണ്ട്, കുറേ ക്ലൗഡുകൾ കാണുന്നുണ്ട്. ഇതാ ഇങ്ങനെ ക്ലൗഡുകളുടെ താഴെ കുറേ മരങ്ങൾ, ഒരു ഫോറസ്റ്റ് കാണുന്നുണ്ട്. ആ ഫോറസ്റ്റിലെ മരങ്ങളാണ് കാണുന്നത്. ഇതിനെ വിളിക്കും വാലി എന്ന് വിളിക്കും. വാലി, ഈ നിൽക്കുന്ന സ്ഥലത്തിനെ മൗണ്ടൻ അഥവാ ഹിൽ എന്ന് വിളിക്കും. ഇത്രയും നില കയറിയല്ലോ. ഇനി വായിക്കാം. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ്, ഞാൻ മലയുടെ മണ്ടയിൽ പോയി നിൽക്കുകയാണ്. ഓക്കെ, വെൻ ദ ഹെവൻസ് വൈഡ് ആർച്ച്. ആരാണ് ഹെവന്റെ വൈഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ? ആകാശത്തിന് വേണ്ടി പറയുന്നത് സ്കൈ. സാർ, എന്നാ പിന്നെ അയാൾക്ക് സ്കൈ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? മതിയായിരുന്നു. പിന്നെ ഒരു രസം. വാസ് ഗ്ലോറിയസ് വിത്ത് ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. സ്കൈ എന്തായിരുന്നു? വാസ് ഗ്ലോറിയസ്. ഗ്ലോറിയസ്, വിജയിച്ച പോലെയായിരുന്നു. വിത്ത് ദി സൺസ് റിട്ടേണിംഗ് മാർച്ച്. സണ്ണിന്റെ റിട്ടേണിംഗ് മാർച്ചോ, സൂര്യന്റെ മാർച്ചോ? മക്കളെ, സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്താണ്? സൂര്യനല്ല. സൂര്യൻ ഒരു യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഭടനാണ്, സോൾജറാണ്. അപ്പൊ സോൾജർ റിട്ടേൺ ചെയ്യുന്ന പോലെയാണ് സണ്ണ് വരുന്നത്. അതേ രാവിലെ വരെ സണ്ണ് ഉണ്ടായിരുന്നില്ല, സണ്ണ് വേറെ എവിടെ ആയിരുന്നല്ലോ. സണ്ണിങ്ങനെ രാവിലെ ഉദിച്ചു വരുമ്പോൾ ഒരു സോൾജർ തിരിച്ച് മാർച്ച് ചെയ്ത് വരുന്ന പോലെയാണ് പോയിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സൺറൈസ് ആണ് സംഭവം. അപ്പൊ എങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു? ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ് വാച്ചിങ് ദ സ്കൈ വെൻ ദ ഗ്ലോറിയസ് സൺ റോസ്. പക്ഷെ പ്രശ്നം, അങ്ങനെ ഒരു പോയ എഴുതി കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് സിലബസ് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ അവരിടില്ല. അത്ര വ്യത്യാസമുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയാണ്. എന്തായാലും സൂര്യൻ ഉദിച്ചു, അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്കൈ ഉണ്ടായിരുന്നു, ഇത്രയേ ഉള്ളൂ. ആൻഡ് ദ വുഡ്സ് വേർ ബ്രൈറ്റൻ ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്. എന്താ സംഭവം? വുഡ്സ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ. വനങ്ങൾ എന്താണ്? ബ്രൈറ്റൻ ചെയ്യപ്പെട്ടു. അതേ മരങ്ങളുടെ ബ്രൈറ്റ്നസ് കൂടിയെന്നാണോ? അല്ല, സൺറൈസ് വന്നപ്പോൾ സൺറൈസ് വന്ന് ഹിറ്റ് ചെയ്തില്ലേ? അപ്പൊ എന്താണ്? ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ വുഡ്സ് എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് എന്നാൽ ബ്രൈറ്റ് ആയി, ബേസിക്കലി ലൈറ്റ് വന്ന് അടിച്ചു, അത്രേ ഉള്ളൂ സംഭവം. അതിനൊക്കെ കാണാൻ പറ്റി. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻസ് ആണ്, കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റുകൾ എന്ത് ചെയ്തു? വെൻ ഫോർ ടു കിസ്, ഉമ്മാക്കാൻ പോയി. ഇഷ്ടപ്പെട്ടു. ആരെ? ദ സൺ ക്ലാഡ് വെയിൽസ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ വാലി. വാലിന് ഉമ്മ വെച്ചു. ആര്? ഈ കാറ്റ്. അത് എത്ര ഉള്ളൂ സംഭവം, നിങ്ങൾ വിചാരിക്കുന്നവരൊന്നുമില്ല. കാറ്റ് വന്നെന്താണ്? ഈ വാലി എന്ന് പറഞ്ഞാൽ താഴ്വാര, അതിനെ ഉമ്മ വെച്ചു, കാറ്റടിച്ചു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സാർ മൂട് പോയി. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? സൂര്യൻ ഉദിച്ചു, ആകാശം തന്നെ വരവേറ്റു, ക്ലൗഡ്സ് ഉണ്ടായിരുന്നു, കാറ്റടിച്ചു, വാലിയിൽ കാറ്റ് ഉമ്മ കാറ്റടിച്ചു, അത്രേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചില്ല. റൈറ്റ്. ദ ക്ലൗഡ്സ്, മേഘങ്ങൾ, were far beneath me. അപ്പൊ ഇയാൾ മലയുടെ മണ്ടയിൽ പോയി നിൽക്കുന്നതുകൊണ്ട് ക്ലൗഡ്സ് താഴെയായിരുന്നു. സാധാരണ ക്ലൗഡ്സ് മുകളിലുണ്ടാവുക, ഈ മലയുടെ മണ്ടയിൽ പോയി നിൽക്കുന്ന ക്ലൗഡ്സ് താഴെയായിരുന്നു. ഇതുപോലെ വരുന്നു, താഴെയായിരുന്നു, കുറച്ച് മുകളിൽ കുറച്ച് താഴെ. ഓക്കെ, ഫാർ ബിനീത്ത് എന്ന് പറഞ്ഞാൽ ബിലോ മീ. ബേത്ത് ഇൻ ലൈറ്റ്, കുളിക്കുകയായിരുന്നു. എന്തില്? സണ്ണിന്റെ ലൈറ്റില് കുളിക്കുകയാണ്. കുളിക്കാന്ന് പറഞ്ഞാൽ കുളിക്കുകയാണോ? അല്ല, ബേസിക്കലി കുളിക്കുന്ന പോലെ തോന്നും, ഫുൾ ലൈറ്റ് കവറായുണ്ട്. They gathered midway round the wooded height. അവര് എന്ത് ചെയ്തു? ഈ വുഡഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വുഡ്സ്, അതിന്റെ മിഡ്വേ ഗ്യാദർ ചെയ്തു. അതായത് ട്രീസിനെ സറൗണ്ട് ചെയ്തു എന്ന് പറയുന്നത്. ട്രീസിനെ ഇങ്ങനെ സറൗണ്ട് ചെയ്തു എന്നാ പറയുന്നത് അല്ലെ? മേഘങ്ങൾ ഇങ്ങനെ ട്രീസിനെ സറൗണ്ട് ചെയ്തു. ഓക്കെ. ആൻഡ് ഇൻ ദെയർ ഫേഡിങ് ഗ്ലോറി,
അവർ ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ ആയത് സൺറൈസ് വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ക്ലൗഡ്സ് എന്താണ് ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകും. ഇൻ എ ഫെയ്ഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ഹോസ് ഇൻ എ ബാറ്റിൽ ഓവർ ത്രോൺ. അതായത് ഇത് കണ്ടാൽ എന്താ തോന്നുക, ഒരു യുദ്ധത്തില് ഡിഫീറ്റഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ഓവർ ത്രോ ചെയ്യപ്പെട്ട പോലെ തോന്നുക. ബേസിക്കലി സൺ എന്ന് പറഞ്ഞ വലിയൊരു പടം വന്നപ്പോൾ ഈ ക്ലൗഡ്സ് എല്ലാവരും എന്താണ് ഡിസ്പേഴ്സ് ചെയ്തു. അസംബ്ലിയിൽ നിന്നൊക്കെ ആൾക്കാർ ഡിസ്പേഴ്സ് ചെയ്യില്ല, അതുപോലെ ഡിസ്പേഴ്സ് ചെയ്തപ്പോൾ ഈ പോയിന്റിന് എന്താ തോന്നിയത്, ഇയാൾ കുറച്ച് ഔട്ടാന്ന് തോന്നും. കാരണം പുള്ളിക്ക് എന്താ തോന്നിയത്, ഓ സൂര്യൻ വന്നപ്പോഴത്തേക്കും ഇവരെല്ലാരും കൂടെ അയ്യോ ക്ലൗഡ്സ് എല്ലാവരും കൂടെ അയ്യോ ഞങ്ങളെ കൊല്ലില്ലേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഡിഫീറ്റഡ് ആയുള്ള സോൾജേഴ്സിനെ പോലെ അവർ റിട്രീറ്റ് ചെയ്തു. എന്ത് ചെയ്തു? റിട്രീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ഇപ്പം ഒരു ഐഡിയ കിട്ടിയോ? ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആകുള്ളൂ. പേടിക്കണ്ട, നമുക്ക് പഠിക്കാം. ഞാനിവിടെ അല്ലേ, ഒറ്റയ്ക്കല്ലല്ലോ. ആസ് മെനി എ പിനക്കിൾ. പിനക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പിനക്കിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മൗണ്ടന്റെ ടോപ്പ്, അല്ലെ എന്ത് സാധനത്തിനും ടോപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മോൾ ഭാഗം. ഇവിടെ പിനക്കിൾ ആരുടെയാണ്? മരങ്ങളുടെ, ടോപ്സ് ഓഫ് ട്രീസ്, മരങ്ങളുടെ പിനക്കിൾ. അത് ബേസിക്കലി ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഈ പോയിന്റ്സ് ആണ് പറയുന്നത്. ഹൈറ്റ്, പൊന്തിയുള്ള സാധനം. വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് ത്രൂ ദി ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ്. ബേസിക്കലി അവിടെ മിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, മിസ്റ്റ്. അതിലുകൂടെ ഈ മരങ്ങളുടെ മോൾ ഭാഗം ഇങ്ങനെ പൊന്തി വന്നു എന്നാ പറയുന്നത്. ബേസിക്കലി ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇതാ ഇങ്ങനെ പൊന്തി കിടക്കുമായിരുന്നു മരങ്ങൾ, താഴ്ന്നല്ലായിരുന്നു, മിസ്റ്റിൽ കൂടെ ഇങ്ങനെ പൊന്തി കിടക്കുമായിരുന്നു മരങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പിനക്കിൾ കാണായിരുന്നു എന്ന്. ഓക്കെ. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ്. ക്ലിഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ മല. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. ഒന്ന് മനസ്സിലായി സാർ മക്കളെ? ഡാർക്ക് പൈൻ എന്ന് പറഞ്ഞാൽ ഒരു പൈൻ മരം ഉണ്ടായിരുന്നു, അല്ലെ കുറെ പൈൻ മരങ്ങൾ ഉണ്ടായിരുന്നു. അത് റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസേർട്ടിൽ പോയിട്ട് റോക്ക് കോൺസേർട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ ആണോ? അല്ല. റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ചാരു കസേരയിൽ നമ്മളിങ്ങനെ ആടില്ലേ, അതിനെ റോക്കിംഗ് ഓൺ ദ ചെയർ എന്നാണ് പറയുക. അപ്പം അതുപോലെ ഈ പൈൻ മരം എന്തായിരുന്നു? കാറ്റത്ത് ഇങ്ങനെ ആടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പൈൻ മരം എന്താണ്? കാറ്റത്ത് ഇങ്ങനെ കുച്ചു 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 എന്ന് പറഞ്ഞാൽ റോക്ക് ചെയ്യായിരുന്നു. അത്രയേ ഉള്ളൂ. ഡാർക്ക് പൈൻ, ഈ പൈൻ മരത്തിന്റെ പ്രത്യേകത എന്താണ്? ബ്ലാസ്റ്റഡ് ബെയർ എന്ന് പറഞ്ഞാൽ എന്താ? നോ ലീവ്സ്. അത് നശിച്ചു പോയ മരമായിരുന്നു, ചത്തുപോയ മരമായിരുന്നു, നശിച്ചു പോയായിരുന്നു, ലീവ്സ് ഒന്നും ഇല്ല, ബെയർ ആയിട്ടുള്ള മരമായിരുന്നു. ആൻഡ് ക്ലെഫ്റ്റ് ദ വെയിൽ ഓഫ് ക്ലൗഡ്. അപ്പം റോക്കിംഗ് ഓൺ ദ ക്ലിഫ്. അപ്പൊ ബേസിക്കലി കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, ലീഫ് ഒന്നും ഇല്ലാത്ത ഏതാണ്ട് മരിച്ചുപോയ ഇതിലുള്ള ഒരു പൈൻ മരം. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്. വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കൊക്കെ ഇങ്ങനെ മറക്കുന്ന ഈ സാധനം, മറ്റേ സൂര്യന്റെ വെയിലല്ല ഇത്, ഈ സാധനം കല്യാണത്തിനൊക്കെ ഇടുന്നില്ലേ, അത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ചേച്ചിന്റെ അല്ല, ക്ലൗഡിന്റെ. അതിന്റെ അർത്ഥം എന്താ? ബേസിക്കലി ക്ലൗഡ് എന്താണ്? പോയി. അപ്പം ഒരു വെയില് ലിഫ്റ്റ് ചെയ്ത പോലെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ഇത് പോയപ്പോൾ ദ വെയിൽ ഓഫ് ദി ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്. ക്ലൗഡ്സ് ഡിസപ്പിയർ ചെയ്തു, പോയി. അപ്പൊ എന്താ ചോദിച്ചു? ദ വെയിൽ ഓഫ് ദി ക്ലൗഡ് വാസ് ആൻഡ് ബിലോ. അപ്പൊ താഴെ എന്ത് കാണാൻ സാധിച്ചു? ഗ്ലോഡ് ദ റിച്ച് വാലി. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വാലി കാണാൻ സാധിച്ചു. ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ. താഴെ റിവർ ഉണ്ടായിരുന്നു. ക്ലൗഡ്സ് ഒക്കെ മാറിയപ്പോഴാണ് മനസ്സിലായത് താഴെ വാലിയിൽ റിവർ ഉണ്ടായിരുന്നു. Glowed the rich valley and the river's flow. The river was darkened by the forest shade. സംഭവം റിവറിന്റെ ബേസിക്കലി എന്താ സംഭവിച്ചാൽ, സാധാരണ റിവർ ഏത് കളറിലാണ്? വൈറ്റ് അല്ലെ ബ്ലൂ, ആ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ചുറ്റും ഫോറസ്റ്റ് ആയതുകൊണ്ട്, ഫോറസ്റ്റിന്റെ ഷെയ്ഡ് എന്ത് ചെയ്തുള്ളതുകൊണ്ട് റിവറിന്റെ കളർ എന്തായിരുന്നു? ഏതാണ്ട് ഡാർക്ക് ബ്ലാക്ക് കളറായിരുന്നു. കാരണം ഫോറസ്റ്റിന്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട്. വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ് എന്നാണ് പറയുന്നത്. ഓർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്. എന്താ പറയുന്നത്? അതായത് ഈ പോയിട്ട് ഒരു പ്രശ്നക്കാരനാണ്. ഓക്കെ, പറഞ്ഞുതരാം. അവിടെ പിക്ചറോടെ ചില സ്ഥലങ്ങളിൽ പോയിട്ട് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ട്രീസും മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ കളർ ഡാർക്ക് ആയിരുന്നു. കാരണം ഷാഡോ ഉള്ളതുകൊണ്ട് ഡാർക്ക് ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ എന്താണ് പറയുന്നത്? ഓർ ചില സ്ഥലങ്ങളിൽ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്. അതായത് ചില സ്ഥലങ്ങളിൽ മരമൊന്നും ഇല്ലാത്തപ്പോൾ ഈ കല്ലുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? ഈ റിവർ എന്താണ്? സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ആണ് ചെയ്യുക. കുറേ കല്ലുകളും വലിയ ഇതൊക്കെ റോക്സ് ഒക്കെ പാറകളൊക്കെ ഉള്ളപ്പം അതിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി ഇടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ വെള്ള കളറാവില്ലേ?
വെള്ളക്കടറാവില്ലേ, അല്ലെ ചെറിയ ചെറിയ വാട്ടർഫോൾ ഉണ്ടാവില്ലേ, വലിയ വാട്ടർഫോൾ അല്ലാണ്ട് ഇവിടെ നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ഓരോ പ്രാവശ്യം താഴേക്ക് വെള്ളം ചാടുമ്പോൾ വെള്ളം ഇങ്ങനെ പത പോലെയാവും. ആ പത പോലെ ആകുമ്പോൾ ഒരു വൈറ്റ് കളറായി വരിക. അതിനെയാണ് പറയുന്നത് ഗ്ലിസൺ ഇൻ ദ വൈറ്റ് കാസ്കേഡ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഡാർക്ക് ആയിരിക്കും ഫോറസ്റ്റ് ഷെയ്ഡുകളുണ്ട്, ഓർ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്തായിരിക്കും വൈറ്റ് കാസ്കേഡ് പോലെ വാട്ടർഫോൾ പോലെ എന്താണ് വരുന്നതാണ് പറയുന്നത്, പത പോലെ. മനസ്സിലാവുന്നുണ്ടോ? Where upward in the mellow blush of a day the noisy bittern wheeled his spiral way. ഒരു ബിറ്റേൺ ഉണ്ടായിരുന്നു. ബിറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പക്ഷിയാണ്. അതെന്ത് ചെയ്തു, അതെന്തൊക്കെ ഒച്ച ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഒച്ച ഉണ്ടാക്കിയില്ല, പറന്ന് നടന്നു. അപ്പൊ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. ഒരു റിവറൊക്കെ ഉണ്ട്, ചിലത് ഡാർക്കാണ്, ചിലത് വൈറ്റ് പോലത്തെ കാസ്കേഡൊക്കെ ഉണ്ട്, പിന്നെ ഒരു ബിറ്റേൺ ഇങ്ങനെ പറന്ന് നടന്നു. ഇത്ര ഉള്ളൂ സംഭവം. സ്റ്റാൻസ് കഴിഞ്ഞു. ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്. വെള്ളത്തിലെ വെള്ളം ഡാഷ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ഡാഷ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. എന്ത് സൗണ്ടാണ് സാർ? ആ വെള്ളമൊക്കെ പോയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ ഡാഷ് വെള്ളത്തിന്റെ സൗണ്ട്. ഐ സോ ദി കറന്റ്. കറന്റ് എന്നാണ് വെള്ളത്തിന്റെ ഫ്ലോ, റിവർ. വേൾ ആൻഡ് ഫ്ലാഷ് and richly by the blue lake silver beach. എന്താ പറയുന്നത്? ബ്ലൂ ലേക്കിന്റെ സിൽവർ ബീച്ചിന്റെ അടുത്ത് എന്ത് സംഭവിച്ചു? The woods were bending with a silent reach. വുഡ്സ് എന്ന് പറഞ്ഞാൽ മരങ്ങൾ എന്താണ് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നവർ ഇങ്ങനെ നിൽക്കുമായിരുന്നു അല്ലേ? റിവറിന്റെ അടുത്ത ലേക്കിന്റെ അടുത്തൊക്കെ മരങ്ങൾ കുറച്ച് ഇങ്ങനെ ചെരിഞ്ഞിക്കില്ലേ, അങ്ങനെ നിൽക്കുമായിരുന്നു പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. ഖത്തം. ദെൻ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓവർ എന്ന് പറഞ്ഞാൽ പഴയ ടേം ഫോർ ഓവർ ആണ്. ദി വെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വാലി. നമ്മൾ നേരത്തെ കണ്ടു വെയിൽ എന്ന് പറഞ്ഞാൽ വാലി. ഓവർ ദി വാലി വിത്ത് ജെന്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ കെയിം സ്വീറ്റ്ലി ടു ദി എക്കോ ഗിവിംഗ് ഹിൽസ്. അപ്പോൾ വാലിന്ന് പെട്ടെന്ന് രാവിലെ ആവുന്ന സമയമാണ്. വാലിന്ന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? സൺറൈസ് കഴിഞ്ഞ രാവിലെ അല്ലേ? പെട്ടെന്ന് വാലിന്ന് എന്താണ് ഒരു സൗണ്ട് വന്നു, എന്തൊരു മുഴക്കം വന്നു. ഓഫ് ദി വില്ലേജ് ബെൽ. അവിടെ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എവിടെ പോയി മക്കളെ? ഒരു വില്ലേജ് അവിടെ താഴെ എവിടെയോ ഉണ്ട്. അവിടുത്തെ ഒരു ഈവനിങ് ബെല്ല്, അല്ല ഈവനിങ് അല്ല മോർണിംഗ് ബെല്ല്. പണ്ടത്തെ വില്ലേജസിലൊക്കെ ഏതെങ്കിലും ചേർച്ചിലോ അല്ലാണ്ടൊക്കെ രാവിലെ എന്താണ് ആരെങ്കിലും ഒരു മണി അടിക്കും, രാവിലെ ആയെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ എക്കോ ചെയ്ത് കേൾക്കുക എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ആ വാലിയിൽ മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോയിട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. മനുഷ്യന്മാര് ആ ഇതിൽ പോയിട്ട് അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലാവണല്ലോ? ദെൻ ഓവർ ദി വാലി വിത്ത് ജെന്റിൽ സ്വെൽ മുഴക്കം. ദ മ്യൂസിക് ഓഫ് ദി വില്ലേജ് ബെൽ കെയിം സ്വീറ്റ്ലി ടു ദി എക്കോ ഗിവിംഗ് ഹിൽസ്. അവിടെ മൊത്തം എക്കോ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു, മലയൻ മണ്ടയിലായതുകൊണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. കഴിഞ്ഞോ സാർ? കഴിഞ്ഞില്ല. രണ്ട് സ്റ്റാൻസും കൂടെ ഉണ്ട്, തീർന്നു. And the wild horn എന്ന് പറഞ്ഞാൽ വൈൽഡ് ഹോൺബിൽ പക്ഷിയാണ്. whose voice the woodland fills. അപ്പോൾ ഇത് പാട്ട് പാടിക്കൊണ്ടിരുന്ന മൊത്തം വുഡ്ലാൻഡ് മൊത്തം ഇതിന്റെ ഈ സാധനത്തിന്റെ പാട്ടായിരുന്നു ഉള്ളത്. was ringing to the merry shout that faint and far the glen sent out, were answering to the sudden shot thin smoke through the thick leafed branches from the dingle brook. സാർ ഒന്നും മനസ്സിലായില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു തിൻ സ്മോക്ക് എന്നാണ് വാലിന്ന് വരാൻ തുടങ്ങി. അതിനർത്ഥം എന്താണ്? അത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹ്യൂമൻ ലൈഫ്. രാവിലെ ആരൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ അതിങ്ങനെ സ്മോക്ക് വന്നപ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന രീതിയിലാണ്. വാസ് റിംഗിങ് ടു ദി മെറി ഷൗട്ട്. അത് ആ ഒരു സ്മോക്ക് കണ്ടപ്പോൾ ഉത്തരം കൊടുക്കുന്ന പോലെയാണ് ഈ ഹോൺബിൽ പാടിയപ്പോൾ പോയറ്റിന് തോന്നിയത്. സംഭവം ഈ പക്ഷി തോന്നിയപ്പോൾ പാടിയപ്പോൾ സ്മോക്ക് വന്നായിരിക്കും. പക്ഷെ പോയിട്ട് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഈ സ്മോക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ ഉത്തരമായിട്ട് ഈ ഹോൺബിൽ എന്താണ് പാട്ട് പാടുകയാണെന്ന് തോന്നിയത്. അത്ര ഉള്ള സംഭവം. കഴിഞ്ഞു. ഈ ലാസ്റ്റ് സ്റ്റാൻസിലാണ് ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത്. ഇത്രയും നേരം ഒന്നുമില്ലായിരുന്നു. അയാൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിവരിക്കുകയായിരുന്നു. ഞാൻ കണ്ടത് ഇതാണ്, ഞാൻ കേട്ടത് എന്നാണ്, സൗണ്ടാണ്, കുറേ പാട്ടൊക്കെ കേട്ടു, ഇതൊക്കെയാണ് കണ്ടത്. ഇനി എന്താണ് പോയിന്റ്? കേനാ ക്യാ ചാത്തേ ഹോ എന്നുള്ള സാധനം അവസാനമാണ് വരുന്നത്. ഇഫ് ദോ എന്ന് പറഞ്ഞാൽ യു, ആർട്ട് എന്ന് പറഞ്ഞാൽ ആർ. ഇഫ് യു ആർ വോൺ ആൻഡ് ഹാർഡ് ബെസ്റ്റ്, ദാറ്റ് ഈസ് എക്സോസ്റ്റഡ് ആൻഡ് ഡിപ്രസ്ഡ്. ഇങ്ങനെ ഡിപ്രസ്ഡോ എക്സോസ്റ്റഡോ ഒക്കെ ആണെങ്കിൽ, വിത്ത് സോറോസ് ദാറ്റ് ദോ വുഡ് ഫോർഗെറ്റ്. ദോ എന്ന് പറഞ്ഞാൽ യു, വുഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ വുഡ്,
അതായത് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന വിഷമങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇഫ് ദോ എന്ന് പറഞ്ഞാൽ യു വുഡ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ്. നിങ്ങൾക്കൊരു ലെസൺ വേണോ? നിങ്ങൾ എന്നോട് പറയില്ലേ സാർ മോട്ടിവേഷൻ വേണം, അപ്പം ഇങ്ങനത്തെ ഡിപ്രസ്ഡ് ആകുമ്പോൾ മോട്ടിവേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഇഫ് ദോ വുഡ് റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് ഡൈ എന്ന് പറഞ്ഞാൽ യുവർ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് യുവർ സോൾ ഫ്രം സ്ലീപ്പ്. നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യുക? ഫെയിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് വിട്ടുകൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ലേ, ഹൃദയം വിട്ടുകൊടുക്കൂലേ നമ്മൾ ഡിപ്രസ്ഡ് ആകുമ്പോൾ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടും. ദൈ സോൾ, നിന്റെ ആത്മാവിനെ ഉറക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ, തിരിച്ച് ലൈഫിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ബുക്ക് വായിക്കാനാണോ പറയുന്നത്? അല്ല, അലക്സ് സാറിന്റെ മോട്ടിവേഷൻ ലൈവിൽ വരാനാണ് പറയുന്നത്. ആണോ? അല്ല. നോക്ക്, ഗോ ടു ദി വുഡ്സ്, ഈ ഫോറസ്റ്റിലേക്ക് പോവുക, ആൻഡ് ദ ഹിൽസ്, മലമണ്ടയിലേക്ക് കയറി പോവുക. നോ ടിയേഴ്സ് ഡ്രീം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വേഴ്സ്. നിങ്ങൾക്ക് ഡിപ്രസ്ഡോ എക്സോസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. അതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്? ഈ മലമുകളിൽ പോവുക, എന്നിട്ട് ഇതൊക്കെ കാണുക, ഇതൊക്കെ നോക്കി എക്സ്പീരിയൻസ് ചെയ്യുക. അതൊക്കെ ഓട്ടോമാറ്റിക്കലി പോവും. ഒന്നെങ്കിൽ അത് പോവും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ എഴുതാൻ തുടങ്ങും. പറയുന്ന വാക്കുകൾ നല്ല രസമാണ്. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ വെയർസ്. നേച്ചർ ധരിക്കുന്ന സ്വീറ്റ് ലുക്ക്, രസകരമായ ലുക്ക്. നോ ടിയേഴ്സ്, ഒരു കണ്ണീരിന് പോലും ഡിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത്രയും സ്വീറ്റ് ലുക്കാണ്. അതിൽ കണ്ണീര് വന്നാൽ പോലും അതിനെ ആ സ്വീറ്റ് ലുക്കിനെ ഓവർ പവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിൽ, ടിയേഴ്സ് ഉണ്ടെങ്കിലും നേച്ചർ അതിനെ മാറ്റിയെടുക്കും. ക്ലാപ്പടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്രീസിയേഷനിൽ പോകുന്നതിനും ഇതിലെ ഓരോരോ ലിറ്റററി ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് പഠിച്ചെടുക്കാം. സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. പഠിക്കാതെ രണ്ടു മൂന്നെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ when two contradictory words come together. ബിഗ് ബേബി, വലിയ കുട്ടി നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ബിഗ് ബേബി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ആലോചിക്കുമ്പോൾ രണ്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ്. കാരണം ബേബി എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ബിഗ് എന്ന് പറഞ്ഞാൽ വലുതാണ്. ബിഗ് ബേബി എന്ന് പറഞ്ഞാൽ ശരിക്കും സെൻസ് ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം എന്താ ഉദ്ദേശിക്കുന്നത്, വലിയ കുട്ടിയാണ്, അത്രേ ഉള്ളൂ. ഒറിജിനൽ കോപ്പി, കോപ്പി ഇങ്ങനെ ഒറിജിനൽ ആവുക, കോപ്പി അല്ലേ. പക്ഷെ ഒറിജിനൽ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഓക്സിമോറോൺ ആണ്. ഓപ്പൺ സീക്രട്ട്, ഓപ്പൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന സീക്രട്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ആണോ? അല്ല. പക്ഷെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കും. അപ്പോൾ ഇതിനെ രണ്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്യുന്ന വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് ഓക്സിമോറോൺ എന്ന് വിളിക്കുക. കോൺസണൻസ് എന്ന് പറയുന്നത് റിപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. മൈക്ക് ലൈക്ക് ഹിസ് ന്യൂ ബൈക്ക്, ദ ലംബി ബംബി ഡോർ, സ്ട്രിങ് വാസ് സ്ട്രോങ്, സ്ട്ര് ല ബംബി, ലൈക്ക് ബൈക്ക് ന്യൂ ബൈക്ക്. അപ്പൊ അങ്ങനെ കോൺസണന്റ് സൗണ്ട്സ്, വവൽസ് അല്ലാത്ത ആൾക്കാരാണ് കോൺസണൻസ്. അവരിങ്ങനെ എന്താ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിളിക്കുക? കോൺസണൻസ് എന്ന് വിളിക്കും. ഹൈപ്പർബോളി ഓൾറെഡി അറിയാം. ഹൈപ്പർബോളി അല്ല മിമിക്കിംഗ് സൗണ്ട് കേട്ടോ, ഇത് വേണ്ട, നമുക്ക് ആവശ്യമില്ല. പിന്നെ പോയെടുക്കും പറഞ്ഞുതരാം. സിമിലി എന്ന് പറഞ്ഞാൽ മെറ്റഫോർ പോലെ തന്നെയാണ്. രണ്ട് ഡിഫറെൻ്റ് ആയ ആൾക്കാരെ കമ്പയർ ചെയ്യാണ്, മെറ്റഫോർ പോലെയാണ്. പക്ഷെ സിമിലി വരുമ്പോൾ ലൈക്കോ ആസോ വരും. ഹി ജംപ്സ് ലൈക്ക് എ ഫ്രോഗ്. അവൻ ഫ്രോഗാന്ന് പറയുകയാണെങ്കിൽ മെറ്റഫോർ ആണ്. പക്ഷേ ഹി ജംപ്സ് ലൈക്ക് എ ഫ്രോഗ്, ഒരു ഫ്രോഗിനെ പോലെയാണ് അവൻ ജമ്പ് ചെയ്യുന്നത്. സിമിലി. ഷീ മൂവ്സ് ലൈക്ക് എ സ്നെയിൽ. അവിടെ ഒരു സ്നെയിലിനെ പോലെയാണ് മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. സ്നെയിലാന്ന് പറയുന്നില്ല, സ്നെയിലാന്നൊക്കെ പറയുകയാണ് മെറ്റഫറാണ്. ലൈക്ക് എ സ്നെയിൽ, സ്നെയിലിനെ പോലെ, അത് സിമിലിയാണ്. ഇറ്റ് ഈസ് ആസ് ടോൾ ആസ് എ ജിറാഫ്. ജിറാഫിന് അത്രയും ഉയരമാണെന്ന് പറയുന്നത്, അല്ല അത് അത്രത്തോളം ഉയരമാണെന്ന് പറയുന്നത്, അത് സിമിലിയാണ്. അപ്പം ലൈക്കോ ആസോ വന്നെങ്കിൽ സിമിലിയാണ്. അത് വരാണ്ട് ഡയറക്റ്റ് ഇക്വേറ്റ് ആണ്, മെറ്റഫറാണ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല? സെറ്റാണ്? ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ എവിടെയാണ് പോയിട്ട് ഡിവൈസ് ഉപയോഗിച്ച് നോക്കാം. ഇത് എക്സാമിൽ അപ്രീസിയേഷനിലൊക്കെ വരും. അതുകൂടാതെ ഓരോ സ്റ്റാൻസ് വന്നിട്ട് ഇതിലെവിടെയാണ് പെർസോണിഫിക്കേഷൻ ഒക്കെ ചോദിക്കും. കാരണം സണ്ണിൻ്റെ റിട്ടേണിംഗ് മാർച്ച്, സണ്ണിനെ ഒരു സോൾജർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പെർസോണിഫിക്കേഷൻ ആണ്. വെൻ ഫോർ ടു കിസ്, നമ്മുടെ വിൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? വിൻഡിനെ പെർസോണിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് വിൻഡ്? വെൻ ഫോർ ടു കിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിൻഡ് പോയി മുമ്പോക്കുവോ? ഇല്ല. പക്ഷെ വിൻഡിനെ പെർസോണിഫൈ ചെയ്തിരിക്കുന്നതാണ്. ആരെ? ദ സൺ ക്ലാഡ് വെയിൽസ്, വാലിനെ ഉമ്മ വെക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പെർസോണിഫിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൻസിൽ വേറെ പെർസോണിഫിക്കേഷൻ ഇല്ല. ഇനി ഓക്സിമറോൺ ഉണ്ട്. സോഫ്റ്റ് ഗെയിൽസ്. മക്കളെ ഗെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രോങ് വിൻഡ് എന്നാണ്.
സോഫ്റ്റ് സ്ട്രോങ് വിൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഗെയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വിൻസ് ആണ്. സോഫ്റ്റ് സ്ട്രോങ് വിൻസ് ഓക്സിമറോൺ ആണ്. ലൈക്ക് ഹോസ്റ്റ് ഇൻ എ ബാറ്റിൽ ഓവർ ത്രോൺ. ഇപ്പൊ ക്ലൗഡ്സ് എന്താണ്? ക്ലൗഡ്സിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ലൈക്ക് ഹോസ്റ്റ് ഇൻ എ ബാറ്റിൽ ഓവർ ത്രോൺ, ലൈക്ക് ഡിഫീറ്റഡ് സോൾജേഴ്സ്. പക്ഷെ ഇവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ മെറ്റഫർ അല്ല, എന്താണ്? സിമിലിയാണ്. അപ്പൊ ലൈക്കോ ആസോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് സിമിലി. അപ്പൊ ക്ലൗഡ്സ് ആർ ലൈക്ക് ഹോസ്റ്റ് ഹു വർ ഓവർ ത്രോൺ ഇൻ എ ബാറ്റിൽ. അപ്പൊ സിമിലിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ആൻസറിലെ ലിറ്റററി ഡിവൈസ് റെഡിയാണ്. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ കോൺസണൻസ് കാണാൻ പറ്റും. അത് കോൺസണൻസ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് കോൺസണൻസ്. മിസ്റ്റ്, ത്രസ്റ്റ്, ഹംപി, ബംപി, മൈക്ക്, ബൈക്ക്, മിസ്റ്റ്, ത്രസ്റ്റ് കോൺസണൻസ് ആണ്. ആലിട്രേഷൻ വരുന്നുണ്ട് മക്കളെ. എവിടെയാണ് ആലിട്രേഷൻ? ബ്ലാസ്റ്റഡ് ബെയർ. അപ്പൊ സ്റ്റാർട്ടിംഗ് ഭാഗം സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആലിട്രേഷൻ എന്ന് വിളിക്കും. ബ്ലാസ്റ്റഡ് ബെയർ ആലിട്രേഷൻ ആണ്. സ്റ്റാർട്ടിംഗ് സൗണ്ട് സെയിം ആണെങ്കിൽ ആലിട്രേഷൻ. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഒണോമറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞ മിമിക്കിംഗ് സൗണ്ട്സ്. അപ്പം നമ്മൾ ഒണോമറ്റോപ്പിയ സ്പെല്ലിംഗ് നോക്കി. ഓക്കെ, അതാണ് നമ്മുടെ ഇത് ഒണോമറ്റോപ്പിയ. മിമിക്കിംഗ് സൗണ്ട്സ്, അതായത് മൈ ഫോൺ റിങ്സ്, എൻ്റെ ഫോൺ അടിക്കും. ഫോൺ റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോൺ റിങ് ചെയ്യില്ല, പക്ഷെ അതിൻ്റെ സൗണ്ട് നമ്മൾ മിമിക് ചെയ്യാണ്. ദ കോൺ പോപ്ഡ് ഇൻ ദി ഓവൻ. പോപ്കോൺ പോപ്പി എന്ന് പറയില്ലേ? ശരിക്കും പോപ്പി ആണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ ഈ സൗണ്ടിനെ ശരിക്കും പോപ്പിയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പോപ്പ് എന്ന് പറഞ്ഞ സൗണ്ട് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് പോപ്കോണിന്റെ സൗണ്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ദ വിൻഡ് വാസ് ഹൗളിങ്. വിൻഡ് ഹൗൾ ചെയ്യുന്നു. സാർ ഇത് എന്ത് വിൻഡാണ് സാർ? ഏത് നാട്ടിൽ നിന്നാണ് വരുന്ന വിൻഡൊക്കെ ഇങ്ങനെ വെക്കാൻ? ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ സൗണ്ടിനെ മിമിക് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ഒണോമറ്റോപ്പിയ എന്ന് വിളിക്കുക. ഇവിടെ നോക്കിയേ, വേൾ ആൻഡ് ഫ്ലാഷ്. വേൾ ആൻഡ് ഫ്ലാഷ് അതാണ് ഒണോമറ്റോപ്പിയ. ക്ലിയർ ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല, അത്രേ ഉള്ളൂ. അവിടെ ലാസ്റ്റിൽ ഒരു ഇതുമില്ല, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. കഴിഞ്ഞു. പോയിറ്റ് ഡിവൈസ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. പെർസോണിഫിക്കേഷൻ ഉണ്ട്, സിമിലി ഉണ്ടായിരുന്നു, പിന്നെ ഓണോമറ്റോപ്പിയ ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, കോൺസണൻസ് ഉണ്ട്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇത് വെച്ചിട്ട് അപ്രീസിയേഷൻ കാച്ചുക. റൈം സ്കീം ഇമ്പോർട്ടൻ്റ് ആണ്. AABBCCDD ആണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് AABBCCD എന്നുള്ള കാര്യം. അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നോക്കിയേ മക്കളെ, ഗ്ലാൻസും ലാൻസും സെയിം ആണ്, റൈം ചെയ്യുന്നുണ്ട്. സോ A എന്ന് വിളിക്കാം. പക്ഷെ ലെഫ്റ്റ് വേറെയാണ്, അപ്പോൾ അതിനെ പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, B. പക്ഷെ ലെഫ്റ്റും ക്ലെഫ്റ്റും സെയിം ആയിട്ട് BB എന്ന് വിളിക്കാം. അടുത്ത ആള് ബിലോ വേറെ പുതിയ ആളാണ്, അപ്പോൾ പുതിയ വേരിയബിൾ. പക്ഷെ ഫ്ലോ സെയിം ആയിട്ട് CC. ഷെയ്ഡ് വേറെ ആളാണ്, പുതിയ വേരിയബിൾ. പക്ഷേ കാസ്കേഡ് സെയിം ആണ്, DD. ഡേ പുതിയ ആളാണ്. അപ്പോൾ ഇങ്ങനെ പോകും. ABCDEEFF അങ്ങനെ. അപ്പോൾ ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. AABBCCDD ആൻഡ് സോ ഓൺ എന്ന് എഴുതി വെക്കുക. പിന്നെ EEFF GGHH അങ്ങനെ പോകും. ക്ലിയർ ആണല്ലോ? ഇത്രയുള്ള സംഭവം. അത് റൈം സ്കീമിൽ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റൈം സ്കീം എഴുതാൻ പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് എഴുതണം. അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ റൈം സ്കീം ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിലെ തീമും അതിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. എന്താ തീം? Henry Wadsworth Longfellow's poem Sunrise on the Hills is a beautiful piece that many people have loved for a long time. Introduction. It talks about എന്താ തീം? Beauty of nature and how it can make us feel calm and happy. Beauty of nature മാത്രമല്ല, അവസാനത്തേക്ക് എന്താണ്? How it can make us feel calm and happy. നമ്മളെ എങ്ങനെയാണ് കാം ആക്കുക, ഹാപ്പി ആക്കുക എന്ന് പറയുന്നുണ്ട്. അതാണ് മെയിൻ തീം ഓഫ് ദി പോയം. പിന്നെ ബ്രീഫ് സമ്മറി കൊടുക്കുക, സ്ട്രക്ചറിൽ റൈം സ്കീം കൊടുക്കുക. പോയിറ്റ് ഡിവൈസസ് ഞാൻ പറയുന്നത് ഓക്സിമോറോൺ, പെർസിഫോണിഫിക്കേഷൻ, സിമിലി ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമേജറീസ് ഉപയോഗിച്ചിട്ടുണ്ട്, സൗണ്ട് എഫക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ അവസാന കൺക്ലൂഷൻ കൊടുക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇതിലുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഈ പോയത്തിലുള്ളത് എന്താണ്? കുറേ വിഷ്വൽ ഇമേജറി ഉപയോഗിക്കുന്നുണ്ടല്ലേ പോയം, അല്ലേ? അതായത് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റാൻസ ഫുൾ വിഷ്വൽ ഇമേജറിയാണ്. ബേസിക്കലി ഇത് മൊത്തം വിഷ്വലി നമുക്ക്, ഇതിപ്പോൾ ഞാൻ പിക്ചർ എന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ പിക്ചർ ChatGPT, ഇതിപ്പോൾ ഞാൻ ChatGPT സ്റ്റാൻസ് ഇട്ട് കൊടുത്തിട്ട് പിക്ചർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പിക്ചർ ഉണ്ടാക്കി തന്നു. പക്ഷേ ChatGPT ഇല്ലാത്ത കാലത്ത് എന്താണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച് ഇമാജിൻ ചെയ്യണം. അപ്പം നമ്മളെ വിഷ്വലി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരമുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് വിഷ്വൽ ഇമേജറി എന്ന് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ മൊത്തം വിഷ്വൽ ഇമേജറിയാണ്. അതിനുശേഷം എന്താണ്? അതിനുശേഷം മറ്റൊരു സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ഓഡിറ്ററി ഇമേജറിയാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഡാഷ് ചെയ്തു, വേൾഡ് ഫ്ലാഷ് ചെയ്തു, പിന്നെ ഒരു സ്വെല്ല് വന്നു, ഒരു മുഴക്കം വന്നു, വില്ലേജ് ബെല്ലിന്റെ. അവിടെ ഫുൾ ഓഡിറ്ററി ഇമേജ് ആണ്. സൗണ്ടുകൾ നമ്മൾ ഇമാജിൻ ചെയ്യിപ്പിക്കുകയാണ്. ഇമേജറി എന്ന് പറഞ്ഞാൽ പിക്ചർ മാത്രമല്ല,
ഓഡിറ്ററി ഇമാജിനറി എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യിപ്പിക്കാൻ, നിങ്ങൾ ഇമേജിനറി ഒന്നും ഇമാജിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം. ഇവിടെ ഓഡിറ്ററി ആണ്, സൗണ്ട് വെച്ചിട്ട് ഇമാജിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ സൗണ്ടും ഉണ്ട്, വിഷ്വൽ ഇമേജറി ഒക്കെ പിന്നെ പോയത്തിൽ മുന്നോട്ട് പോകുമ്പോഴുണ്ട്. അപ്പോൾ ഈ പോയത്തിൽ വിഷ്വൽ ഇമേജറിയും ഓഡിറ്ററി ഇമേജറിയും ഡോമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മടിക്കണ്ട, അത് മറക്കുകയും വേണ്ട. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ അതിവിടെ അവസാനം കൺക്ലൂഷനിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് ഇട്ടേക്കൂ. കുറേ വിഷ്വൽ ഇമേജറിയും ഓഡിറ്ററി ഇമേജൊക്കെ ഉപയോഗിക്കുന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കൂ. അത് ഞാൻ അല്ലാണ്ട് ഇവിടെ പറയുന്നുണ്ട്, പക്ഷേ ഇൻട്രഡക്ഷനെല്ലാം പറയുന്നതിൽ തെറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് പോയത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്.